ഓഫ് ഡിഫറൻസസ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 102 ഇൻറ്റു 104 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ടെൻസിൻ്റെയോ ഹൺഡ്രഡ്സിൻ്റെയോ ഒക്കെ ഫോമിലേക്ക് അതിനെ മാറ്റുമല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ 102 എന്ന് പറയുന്നതിനെ നമുക്ക് 100 + 2 എന്ന് എഴുതാലോ അല്ലേ. 102നെ നമുക്ക് 100 + 2 എന്ന് എഴുതാം. അതുപോലെ 104ന് നമുക്ക് എങ്ങനെ എഴുതാം? 100 + 4 എന്ന് എഴുതാം. ഓക്കെ, ഈ 100ന്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റിയത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എളുപ്പത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നേരത്തെ പഠിച്ച x + y ഇൻറ്റു u + v എന്ന് പറയുന്ന ഫോമിലേക്ക് മാറി അല്ലെ. രണ്ട് നമ്പേഴ്സിന്റെ സം, അതുപോലെ മറ്റു രണ്ട് നമ്പേഴ്സിന്റെ സം. ഓക്കെ, അപ്പൊ x + y ഇൻറ്റു u + v എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറി. ഇനി ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എങ്ങനെയാണ്? ആദ്യം 100നെ ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 100 ഇൻറ്റു 100 ഫസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 100നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ 100 ഇൻറ്റു 4. ഇവിടെ നടുക്ക് എന്താ വരുന്നത്? പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം നോക്കാം അല്ലെ. 100 വെച്ചുള്ള ടേംസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ആരെ നമ്മൾ ചൂസ് ചെയ്യുക? 2വിനെ ചൂസ് ചെയ്യുക. 2വിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്? 2 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാലോ. 100 ഇൻറ്റു 100 എത്രയാണ്? 100 ഇൻറ്റു 100 ചെയ്യുമ്പോൾ വരുന്നത് 1 ഇൻറ്റു 1 അല്ലേ. 1 ഇൻറ്റു 1 1 ആണ് നമുക്കറിയാം. സീറോസ് എത്ര എണ്ണമാണ് ഇവിടെ വരുന്നത്? 4 സീറോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 4 സീറോസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതാണ് 100 ഇൻറ്റു 100 എന്ന് പറയുന്നത്. ഓക്കെ, 10,000 പ്ലസ് 100 ഇൻറ്റു 4 എത്രയാണ്? 400 ആണ്. ഓക്കെ, ഇനി 2 ഇൻറ്റു 100 എത്ര വരും? 200 എന്ന് വരും. 2 ഇൻറ്റു 4 നമുക്കറിയാം 8 ആണെന്നല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 + 2 ഇൻറ്റു 100 + 4നെ ഇങ്ങനെ എഴുതാം എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് നോക്കാലോ അല്ലെ. നമുക്കറിയാം എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. 400 + 200 എത്രയാണ്? 600 ആണ്. സോ 10,608 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 102 ഇൻറ്റു 104നെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അതിനുശേഷം അതിൻ്റെ ആൻസർ ഓക്കെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 197 ഇൻറ്റു 298നെ പറ്റി നമുക്ക് എന്ത് പറയാം? നമ്മളിപ്പോൾ ചെയ്തതുപോലെ വേണമെങ്കിൽ നമുക്ക് 197നെ 100 + 97 എന്ന് എഴുതാം. അതുപോലെ 298നെ നമുക്ക് എങ്ങനെ എഴുതാം? 200 + 98 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമ്മൾ ഈ 100ലേക്ക് അല്ലെങ്കിൽ 200ലേക്ക് 300ലേക്ക് ഒക്കെ മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എളുപ്പത്തിൽ കിട്ടാനാണ് അല്ലെ. അതായത് അതിന് കൂടെയുള്ള നമ്പേഴ്സും ചെറിയ നമ്പേഴ്സ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിക്കേ, 100ന്റെ കൂടെ വന്നിരിക്കുന്ന ആള് 97 ആണ്. അതുപോലെ 200ന്റെ അടുത്ത് വന്നിരിക്കുന്ന ആള് 98 ആണ്. വലിയ നമ്പേഴ്സ് ആണ് അല്ലെ. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എളുപ്പത്തിന് കിട്ടാനായിട്ട് ചെറിയ നമ്പേഴ്സ് വരുന്ന രീതിയിൽ വേണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ 197 എടുക്കുകയാണ്. 197 എന്ന് പറയുന്ന ആള് നമുക്കറിയാം 100നും 200നും ഇടയിൽ വരുന്ന ആളാണ് അല്ലെ. 197 എന്ന് പറയുന്നത് 100നും 200നും ഇടയിലാണ് അല്ലെ. ഇനി ഈ 197 ആരോട് കൂടിയാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്? നമുക്കറിയാം 200ന്റെ അടുത്തേക്കാണ് കൂടുതൽ ഇരിക്കുന്നത് അല്ലെ, നമ്മുടെ ഈ 197 എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ 197നെ നമുക്ക് 200 - 3 എന്ന് എഴുതാം അല്ലെ. ചെറിയ നമ്പർ ആയിട്ട് മാറി ഇവിടെ. അതുപോലെ ഈ 298 എന്ന് പറയുന്ന ആള് നമുക്കറിയാം 200നും 300നും ഇടയിൽ വരുന്ന ആളാണ്. ഓക്കെ, ഇതില് 300ന്റെ അടുത്തേക്കാണ് ഈ 298 കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കതിനെ എങ്ങനെ എഴുതാം? 300 - 2 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇപ്പൊ രണ്ട് നമ്പേഴ്സും എന്തായി? ചെറിയ നമ്പേഴ്സ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോ 197നെ നമുക്ക് 200 - 3 എന്ന് എഴുതാം.
അതുപോലെ 298നെ 300 മൈനസ് 2 എന്ന് എഴുതാം. അപ്പൊ ഇതുപോലെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ചെറിയ നമ്പേഴ്സ് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്പേഴ്സിനെ. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടിയല്ലേ, നമുക്കിനി അത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. 197നെ നമ്മൾ എന്താ എഴുതിയത്? 200 മൈനസ് 3 എന്ന് എഴുതി. ഓക്കെ, അതുപോലെ 298നെ നമ്മൾ 300 മൈനസ് 2 എന്നും എഴുതി. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നോക്കാം എങ്ങനെയാണ്. നമ്മൾ ആദ്യം തന്നെ 200നെ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അവിടെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് 200 ഇൻറ്റു 300 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഈ 200നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ 2ന്റെ കൂടെ വന്നിരിക്കുന്ന ആളാരാണ്? മൈനസ് ആണ്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 200നെ -2 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മൈനസിനെ പുറത്തെടുത്ത് എഴുതണം. ഓക്കെ, ഒരു മൈനസ് വരുന്നുണ്ട് എങ്കിൽ ആ മൈനസിനെ നമ്മൾ പുറത്തെടുത്ത് എഴുതണം. ബാക്കിയുള്ള ടൈം എന്താണ്? 200 ഇൻറ്റു 2 ആണ്. അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, മൈനസ് വരുന്ന കേസിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ നേരത്തെ പ്ലസ് ആയിരുന്നപ്പോൾ എല്ലായിടത്തും പ്ലസ് ഇട്ട് ചെയ്യുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മൈനസിന് നമ്മൾ പുറത്തു കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കേ. ഇപ്പൊ 200ന്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് 3 ആണ് എടുക്കണ്ടേ. പക്ഷെ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. 3 ആണോ അവിടെ വന്നിരിക്കുന്നത്? അല്ല, -3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോ -3 ഇൻറ്റു 300, അപ്പൊ അവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ മൈനസിനെ പുറത്തിടുക. ഓക്കെ, 3 ഇൻറ്റു 300 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ആരാണെന്ന് നോക്കിക്കേ. 3 ഇൻറ്റു 2 ആണ് അല്ലെ. 3 ഇൻറ്റു 2 ആണ്. പക്ഷെ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ 3ക്ക് മുന്നിലും ഒരു മൈനസ് ഉണ്ട്, 2വിന് മുന്നിലും ഒരു മൈനസ് ഉണ്ട് അല്ലെ. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്ന ഫോമിലാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കാര്യം ഓർക്കാം, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലസ് ആയിരിക്കും. അപ്പൊ -3 ഇൻറ്റു -2 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. -3 ഇൻറ്റു -2 ചെയ്യുമ്പോൾ എന്ത് വരും? +6 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. 200 ഇൻറ്റു 300 എത്രയാണ്? നമുക്കറിയാലോ. 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആണ്. 4 സീറോസ് വന്നിട്ടുണ്ട്. അപ്പൊ 4 സീറോസ് നമ്മൾ കൊടുക്കുക. ഓക്കെ, മൈനസ് 200 ഇൻറ്റു 2 ആണ് അല്ലെ. അത് എത്ര വരും? 400 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് അവിടെ പ്ലസ് ആണോ? അല്ല, മൈനസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ പ്ലസ് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മൈനസ് കൊടുത്തു. അടുത്ത ആരാ വന്നിരിക്കുന്നത്? 3 ഇൻറ്റു 300 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് എത്രയാണ്? 900 ആണ്. പ്ലസ് ഒരു 6 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താ നോക്കിക്കേ. 60,000ൽ നിന്നും 400 മൈനസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 60,000ൽ നിന്നും 900 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് 400നെയും മൈനസ് ചെയ്യണം, 900നെയും 60,000ൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 900 പ്ലസ് 400നെ എന്ത് ചെയ്താൽ മതി? 60,000ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്നതിന് പകരം 900 പ്ലസ് 400 എന്താണോ അത് 60,000ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. 0 0 9 പ്ലസ് 4 എത്ര വരും? 13 എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ 60,000 മൈനസ് 1,300 പ്ലസ് 6 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കാലോ. എന്താ വരുന്നത്? 60,000ൽ നിന്നും നമുക്ക് 1,300നെ മൈനസ് ചെയ്യണം. നോക്കാം. 0 മൈനസ് 0 0 0 മൈനസ് 0 0. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കണം അല്ലെ. 9 10 10 മൈനസ് 3 എത്രയാണ്? 7 ആണ്. 9 മൈനസ് 1 എത്രയാണ്? 9 മൈനസ് 1 8 ആണ്. ബാക്കി ഇവിടെ 5 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നേ? 58,700 പ്ലസ് 6 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 6 ഇവിടെ കിടപ്പുണ്ട്, പ്ലസ് 6 എന്ന് വന്നു. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 58,700
6 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 197 ഇൻറ്റു 298 ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം 197നെ 200 മൈനസ് 3 എന്നും 298നെ 300 മൈനസ് 2 എന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അല്ലേ. അപ്പം എപ്പോഴും ചെറിയ നമ്പേഴ്സ് വരുന്ന രീതിയിൽ ഹൺഡ്രഡ്സിന്റെ ഫോമിലേക്ക് വേണം നമ്മൾ മാറ്റാനായിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ മാറ്റിയിട്ടാണ് ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 298 ഇൻറ്റു 195 എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം 298 എന്ന് പറയുന്ന ആള് നമ്മുടെ 200നും അതുപോലെ 300നും ഇടയിൽ വന്നിരിക്കുന്ന ആളാണ് അല്ലെ. 200നും 300നും ഇടയിലുള്ള ആളാണ് 298. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ 298നെ 200 പ്ലസ് 98 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ സംഭവം? 98 എന്ന് പറയുന്ന വലിയൊരാള് അവിടെ വന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോമിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 298നെ 300 മൈനസ് 2 എന്ന് നമുക്ക് എഴുതാലോ അല്ലെ. 298നെ 300 മൈനസ് 2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ചെറിയൊരാള് വന്നു. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് 195നെ എങ്ങനെ എഴുതാം? നമുക്കറിയാം 195 എന്ന് പറയുന്ന ആള് 100നും 200നും ഇടയിലുള്ള ആളാണ്. ഓക്കെ, അതില് 200നോട് അടുത്താണ് നമ്മുടെ ആര് കിടക്കുന്നത്? 195 കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 195നെ നമുക്ക് എങ്ങനെ എഴുതാം? 200 മൈനസ് 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇനി കൊടുക്കാൻ പോവാം കേട്ടോ. എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? 298നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 298ന് പകരം നമ്മൾ 300 മൈനസ് 2 എന്ന് എഴുതുന്നു. ഓക്കെ, അതുപോലെ 195ന് പകരം നമുക്ക് എന്ത് എഴുതാം? 200 മൈനസ് 5 എന്നും നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇപ്പൊ ഇത് നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഫോമിലേക്ക് ഇത് മാറിയല്ലേ. ഇനി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അത് വെച്ച് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ഇവിടുന്ന് 300നെ എടുക്കും. ഓക്കെ, ഇനി 300 വെച്ചിട്ട് 200നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ 300 ഇൻറ്റു 200 ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. 300 ഇൻറ്റു 200 നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഈ 300നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അടുത്ത ആളതാണ് 300 ഇൻറ്റു 5. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? 5ന്റെ കൂടെ വന്നിരിക്കുന്ന ആള് മൈനസ് ആണ്. ഓക്കെ, പ്ലസ് ആയിരുന്നപ്പോ നമ്മൾ ജസ്റ്റ് വെറുതെ എല്ലായിടത്തും പ്ലസ് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഒരു മൈനസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മൈനസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുറത്ത് ആ മൈനസിനെ കൊടുക്കുക. ഓക്കെ, ഇനി ബ്രാക്കറ്റിന്റെ അകത്ത് എന്ത് കൊടുക്കുക? 300 ഇൻറ്റു 5 കൊടുക്കുക. ഓക്കെ, അപ്പൊ 300 ഇൻറ്റു 5 എന്ന് നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി 300ന്റെ ടേംസ് ഒക്കെ കഴിഞ്ഞല്ലേ. 300നെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 300നെ മാറ്റി വെക്കുക. ഇനി അടുത്ത ആളാരാണ്? 2 ആണ്. പക്ഷേ ഈ 2വിനും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? 2ന്റെ കൂടെ വന്നിരിക്കുന്ന ആരാണ്? മൈനസ് ആണ്. -2 ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ -2നെ എന്ത് ചെയ്യുക? 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ മൈനസ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മൈനസിനെ ബ്രാക്കറ്റിന്റെ പുറത്തിടണം. ഓക്കെ, ബാക്കി എന്ത് എഴുതാ? 2 ഇൻറ്റു 200 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? ഈ -2നെ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മൈനസും മൈനസും വരുമ്പോ അത് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും അല്ലെ. മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? -2 ഇൻറ്റു -5 എന്ന് പറയുന്നത് +10 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. 300 ഇൻറ്റു 200 എത്രയാണ്? 300 ഇൻറ്റു 200 എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 3 ഉണ്ട് 2 ഉണ്ട് അല്ലെ. 3 ഇൻറ്റു 2 ചെയ്യാം. എത്രയാണ്? 6 ആണ്. ഇവിടെ എത്ര സീറോസ് വന്നിട്ടുണ്ട്? 4 സീറോസ് വന്നിട്ടുണ്ട്. 4 സീറോ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി മൈനസ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 300 ഇൻറ്റു 5 ആണ്. 300 ഇൻറ്റു 5 എന്താ വരുന്നത്? നമുക്ക് 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15 ആണെന്ന് അറിയാം. ഇനി എന്താ വന്നിരിക്കുന്നത്? 2 സീറോയും കൂടി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കൊടുത്തു.
ഇനി അടുത്ത എന്താണ് 2 into 200 എത്രയാണത് 400 ആണ് പ്ലസ് 10. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടിയല്ലേ. ഇവിടെ എന്താ ചെയ്യേണ്ടത് 60,000 നിന്നും നോക്കിക്കേ 1,500 മൈനസ് ചെയ്യണം. ഇനി പിന്നീട് വീണ്ടും നമുക്ക് എന്താ ചെയ്യണ്ടേ 400 മൈനസ് ചെയ്യണം. അപ്പോൾ 60,000 നിന്നും 1,500 മൈനസ് ചെയ്യണം, 400 മൈനസ് ചെയ്യണം. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി 1,500 പ്ലസ് 400 മൈനസ് ചെയ്താൽ മതിയല്ലോ അല്ലെ. ഇവര് രണ്ടുപേരും ആഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക 60,000 നിന്നും മൈനസ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് 0 0 5 പ്ലസ് 4 9 1. ഓക്കെ, 1,900 നമുക്ക് കിട്ടും. 60,000 മൈനസ് 1,900 പ്ലസ് 10. ഓക്കെ, ഇങ്ങനെ കിട്ടി അല്ലേ. നമുക്ക് ഈ മൈനസ് ചെയ്ത് നോക്കാലോ. 60,000 നിന്നും നമുക്ക് എന്താ ചെയ്യണ്ടേ 1,900 മൈനസ് ചെയ്യണം. 0 0 എന്താ സംഭവിക്കുന്നേ നമുക്ക് അറിയാലേ, മൈനസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് അറിയാം. 10 മൈനസ് 9 ദാറ്റ് ഈസ് 1. 9 മൈനസ് 1 8. ബാക്കി ഇവിടെ 5 ഉണ്ട് അല്ലേ. അപ്പൊ 58,100 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പ്ലസ് 10 കൂടി വരും. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് 10 കിടപ്പുണ്ട്. ആ 10 നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നേ ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലേ. 58,110 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നോക്കിക്കേ 298 into 195 നമ്മൾ നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക ഇങ്ങനെ ഹൺഡ്രഡ്സിലേക്കൊക്കെ മാറ്റിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്തത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം കിട്ടുന്നുണ്ട്. രണ്ട് നമ്പേഴ്സിന് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസും വേറെ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസിന്റെ പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം x മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്, ആദ്യം നമ്മൾ 300നെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അതായത് എക്സിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് വരും എക്സ് യു എന്ന് കിട്ടും അല്ലെ. ഇതിനടുത്ത് നമ്മൾ എന്താ ചെയ്തത് 300നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ മൈനസ് ആയിരുന്നു. സോ നമ്മൾ പുറത്തൊരു മൈനസ് കൊടുത്തു. ഓക്കെ, അപ്പൊ അടുത്ത് എന്താ വരണ്ടേ, നമ്മൾ എക്സിനെ മൈനസ് വി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ ഒരു മൈനസ് വരും. നമുക്ക് എന്ത് കിട്ടും എക്സ് വി എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ആരെ എടുക്കണ്ടേ, മൈനസ് വൈനെയാണ് എടുക്കേണ്ടത്. മൈനസ് വൈ ഇൻറ്റു യു എന്താ വരുന്നത്, അവിടെയും വീണ്ടും എന്ത് വരും ഒരു മൈനസ് വരും. മൈനസ് വൈ യു എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും ലാസ്റ്റത്തെ ടേം നമ്മൾ നോക്കുവാണെങ്കിൽ മൈനസ് വൈ ഇൻറ്റു മൈനസ് വി ആണ്. അപ്പൊ അതെന്തായിട്ട് മാറും പ്ലസ് വൈ ഇൻറ്റു വി ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് വൈ വി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം നടുക്ക് വരുന്ന ടേംസിന്റെ കൂടെയാണ് ആര് വരുന്നേ മൈനസ് വരുന്നത്. ലാസ്റ്റ് വരുന്ന രണ്ടിടത്തും എന്തില്ല, അറ്റത്ത് വരുന്ന രണ്ടിടത്തും എന്തില്ല മൈനസ് ഇല്ല. രണ്ടിടത്തും എന്താ വന്നിരിക്കുന്നത് പ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക, നടുക്ക് വരുന്ന ടേംസിലാണ് എപ്പോഴും മൈനസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ പറയാൻ നോക്കിക്കേ, എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി ഇസ് ഈക്വൽ ടു എക്സ് യു മൈനസ് എക്സ് വി പ്ലസ് മൈനസ് വൈ യു പ്ലസ് വൈ വി. എപ്പോഴാണെന്ന് നോക്കിക്കേ, എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനുമാണ് ഈ ഒരു കേസ് പറയുന്നത്. എക്സും വൈയും യുവും വിയും ഒക്കെ ആരാണ് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം. അതോടൊപ്പം ഒരു കണ്ടീഷനും കൂടി ഇവർ പറയുന്നുണ്ട്, എക്സ് എന്ന് പറയുന്ന ആള് വൈനേക്കാളും വലിയൊരാളായിരിക്കണം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് വൈനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതുപോലെ യു എന്ന് പറയുന്ന ആള് വിനേക്കാളും വലുതായിരിക്കണം. ഈ ഒരു കേസിലാണ് നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ, എക്സും വൈയും യുവും വിയും എന്തായിരിക്കണം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം.
അതോടൊപ്പം എക്സ് എന്ന് പറയുന്ന ആള് വൈനേക്കാളും വലുതുമായിരിക്കണം, യു എന്ന് പറയുന്ന ആള് വിനേക്കാളും വലുതായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഐഡന്റിറ്റി. നമ്മളിപ്പോ പഠിച്ച ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് 99ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ 99നെ നമുക്ക് എങ്ങനെ എഴുതാം? 99 എന്ന് പറയുന്നതിനെ 100 മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഓക്കെ, അപ്പൊ 99ന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എക്സിനെയാണ് നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ? അതായത് എക്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആള്. അപ്പൊ അതുപോലെ 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 100 മൈനസ് 1നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 100 മൈനസ് 1 ഇൻറ്റു 100 മൈനസ് 1 എന്ന് നമുക്ക് കിട്ടിയല്ലേ? ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചായിരുന്നു എങ്ങനെയാണ് 100നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? 100 ഇൻറ്റു 100. ഇനി 100ന് എന്ത് ചെയ്യണം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? -1 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് ഇടണം. ഓക്കെ, ഇപ്പൊ ഇവിടെ 1000 അല്ല 100 ആണ് കേട്ടോ, സോറി. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് നമ്മൾ ഇട്ടു. ഇനി 100 ഇൻറ്റു 1 ആണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ 100 ഇൻറ്റു 1 നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്ത ആരെ എടുക്കണം? ഈ -1നെ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, -1 ഇൻറ്റു 100. ഓക്കെ, മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈനസിനെ പുറത്തിടുക, ബാക്കി 1 ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി ഈ 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, ഈ 1ന്റെ കൂടെയും മൈനസ് ഉണ്ട്, ഈ 1ന്റെ കൂടെയും മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ -1 ഇൻറ്റു -1 ഇസ് ഈക്വൽ ടു +1. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇക്വേഷൻ കിട്ടിയല്ലേ? ഇനി നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്ത് എഴുതാലോ. ബ്രാക്കറ്റിന്റെ അകത്ത് വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ്? 100 ഇൻറ്റു 100 എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 4 സീറോസ് ആണുള്ളത്. ആ 4 സീറോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് 10,000 എന്ന് കിട്ടി. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് നമ്മൾ അതുപോലെ തന്നെ കൊടുത്തു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 100 ഇൻറ്റു 1 എന്താണ്? 100 തന്നെയാണ് അല്ലെ? 1 കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 100 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് നമ്മൾ കൊടുത്തു. 1 ഇൻറ്റു 100 1 ഇൻറ്റു 100 എന്താണ്? 100 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും 100 എന്ന് എഴുതി. പ്ലസ് ഒരു 1 ഉണ്ട്, അതും കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, -100 -100 അല്ലെ? നോക്കുക, 10,000ൽ നിന്നും നമ്മൾ ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? 100നെ മൈനസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും 100നെ മൈനസ് ചെയ്തു. ഓക്കെ, ആദ്യം 10,000ൽ നിന്നും 100നെ മൈനസ് ചെയ്തു, അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 100നെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് 100 മൈനസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 200നെ, അതായത് 100 പ്ലസ് 100 ഇസ് ഈക്വൽ ടു 200 അല്ലെ? 200നെ 10,000ൽ നിന്നും മൈനസ് ചെയ്താൽ മതി അല്ലെ? എങ്ങനെയാണ്? ഇവിടെ ആദ്യം 100നെ മൈനസ് ചെയ്യുന്നു, വീണ്ടും 100നെ മൈനസ് ചെയ്യുന്നു. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 10,000ൽ നിന്നും 200നെ മൈനസ് ചെയ്താൽ മതി അല്ലെ? എന്താ കിട്ടുന്നേ? 10,000 മൈനസ് 200 പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 10,000 മൈനസ് 200 എങ്ങനെയാ വരുന്നത്? 0 0. ഇവിടെ നമ്മൾ വെട്ടിക്കളയുമ്പോഴേക്കും 10 മൈനസ് 2 എത്ര വരും? 8 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ 9 ഉണ്ട്. 9,800 എന്ന് നമുക്ക് കിട്ടും. 10,000ൽ നിന്നും 200 മൈനസ് ചെയ്യുമ്പോൾ 9,800 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, പ്ലസ് ഒരു 1 കൂടി ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്താ വരുന്നത്? 9,801 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക,
100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് എന്ന് കിട്ടി. ഓക്കെ, 9801 എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ 99 സ്ക്വയറിനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത് 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റിയത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചതിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം നോക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നമ്മൾ ഇനി കൺസിഡർ ചെയ്താൽ മതി. അതൊന്ന് മിസ് എടുത്ത് എഴുതാം. നമുക്ക് കിട്ടിയത് ഇതായിരുന്നു. 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10,000 മൈനസ് 100 മൈനസ് 100 പ്ലസ് 1. ഇതായിരുന്നു ഈ ഒരു ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഇവിടെ നോക്കിക്കേ, -100 -100 അല്ലെ? -100 എന്ന് പറയുന്ന ആള് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ? അതായത് ഇപ്പൊ നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്ന ആള് 2 പ്രാവശ്യം നമ്മൾ ചേർത്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരെക്സും ഉണ്ട് അല്ലെ? അത് രണ്ടുപേരും കൂടി ചേരുമ്പോ എത്ര എക്സ് ആവും? 2x ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 2x എന്ന് നമുക്കിതിനെ എഴുതാം. അതുപോലെ ഇവിടെ -100ഉം -100ഉം 2 പേരുണ്ട് അല്ലെ? അപ്പൊ അവരെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into -100 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ മൈനസിനെ പുറത്തെടുക്കാം അല്ലെ? -2 into 100 എന്ന് എഴുതാലോ. രണ്ടും സെയിം തന്നെയാണല്ലോ അല്ലെ? ഇനി നോക്കി, 2 into 100 ചെയ്യുമ്പോഴാണ് നമുക്ക് 200 കിട്ടുന്നത്. പുറത്തൊരു മൈനസും ഉണ്ട്, അപ്പൊ -200 ആയി. നോക്ക, ഈ -200 അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നേ അല്ലെ? -200 ആണ് നമുക്ക് വന്നിരിക്കുന്ന ആള്. ഇതെങ്ങനെയാ വന്നതെന്നാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ട, -200നെ ഒന്നും നമുക്ക് വേണ്ട. നമുക്കറിയേണ്ട എത്രയേ ഉള്ളൂ, ഇതിനെ -2 into 100 എന്ന് എഴുതാം എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ മിസ് അതിനൊന്ന് റീറിട്ടേൺ ചെയ്യുവാണ്. നോക്ക, 10,000 മൈനസ്, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? -2 into 100 എന്ന് നമുക്ക് എഴുതാം. പ്ലസ് ഒരു 1 ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. എന്തായിരുന്നു? 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് അല്ലെ? അതിൽ ആദ്യത്തെ ടേം ആരാണ് നോക്കിക്കേ? 10,000 ആണ് അല്ലെ? ഈ 10,000 എന്ന് പറയുന്ന ആള് എന്താണ്? നമ്മുടെ ഈ ഒരു 100ന്റെ സ്ക്വയർ ആണല്ലോ അല്ലെ? അപ്പോ 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് 100ന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, 100ന്റെ സ്ക്വയർ എടുക്കുക. ഇനി രണ്ടാമത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? 2 into 100 ചെയ്തു. അതായത് ഇവിടെ ആദ്യം കിടക്കുന്ന ആളുടെ ഡബിൾ എടുക്കുകയാണ്. 2 into 100 ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? +1 ആണല്ലേ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഈ 1ന്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തേക്കുവാണ്. 1 സ്ക്വയർ എന്ന് പറയുന്ന 1 ആണെന്ന് അറിയാലോ അല്ലെ? അപ്പോ 100 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? ആദ്യം 100ന്റെ സ്ക്വയർ എടുത്തു. ഇനി ഈ 100ന്റെ ഡബിൾ നമ്മൾ അതിൽ നിന്നും മൈനസ് ചെയ്യുക. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? 1ന്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ? ഇനി ഇതിന് തന്നെ 100ന് പകരം ജനറൽ ആയിട്ട് എക്സ് എന്ന് എടുക്കുകയാണ്. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് എങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതുന്നേ? ആദ്യം എക്സിന്റെ സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ. ഇനി എന്താ ചെയ്തിരിക്കുന്നേ? മൈനസ് കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നേ? ഡബിൾ ഓഫ് 100 അല്ലെ? അപ്പൊ 100ന് പകരം ഇവിടെ വന്നിരിക്കുന്ന ആളാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഡബിൾ ഓഫ് എക്സ് എടുക്കുക. 2 into x നമ്മൾ എടുക്കുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 1ന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആണ് എന്നാണ് നമുക്കിപ്പോ കിട്ടിയത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഐഡന്റിറ്റി ആണ് നമ്മൾ പഠിക്കുന്നത്. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്താണ് എന്ന് കണ്ടുപിടിച്ചല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം അല്ലെ? ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം.
അപ്പൊ അതിന് മിസ് 10 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് എടുത്തു നോക്കാൻ പോകുന്നത്. എക്സിന് പകരം 10 എന്നും വൈക്ക് പകരം 2 എന്നും എടുത്തു. അതെങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം കേട്ടോ. അതായത് 10 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞത്? 10 മൈനസ് 2വിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് 10 മൈനസ് 2 ഇൻറ്റു 10 മൈനസ് 2. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. എങ്ങനെയാണ്? 10 ഇൻറ്റു 10 ആദ്യം ചെയ്യുക. 10 ഇൻറ്റു 10. അടുത്ത് എന്താ ചെയ്യുന്നത്? 10നെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? മൈനസ് 10 ഇൻറ്റു 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ മൈനസ് 2വിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് വീണ്ടും അവിടെ എന്ത് വരുന്നുണ്ട്? പുറത്തൊരു മൈനസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ മൈനസ് 2 ഇൻറ്റു 10 എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത എന്താ വന്നിരിക്കുന്നത്? മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ആണ്. നമുക്കറിയാം മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് ആണ് അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്ന ആള് പ്ലസ് ആയിട്ട് മാറും. സോ മൈനസ് 2 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുന്നത് പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. 10 ഇൻറ്റു 10 എത്രയാണ്? 100 ആണ് അല്ലെ? മൈനസ് 10 ഇൻറ്റു 2 എത്രയാണ്? 20 ആണ്. മൈനസ് ഇതെന്താ കിട്ടുന്നത്? 2 ഇൻറ്റു 10 അഗെയിൻ 20 പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ മൈനസ് 20 എന്ന് പറയുന്ന ആള് നോക്കാം. മൈനസ് 20 എന്ന് പറയുന്ന ആള് 2 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ അവരെ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇപ്പൊ നോക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ തന്നെ എടുത്ത് എഴുതാൻ പോവാണ്. നോക്കുക, 10 ഇൻറ്റു 10നെ നമ്മൾ 100 ആയിട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, 10 ഇൻറ്റു 2. ഇവിടെയും 2 ഇൻറ്റു 10ഉം 10 ഇൻറ്റു 2ഉം ഒന്ന് തന്നെയാണ് അല്ലെ? സെയിം തന്നെയാണ്, നമുക്കറിയാം. അപ്പോ ഈ 10 ഇൻറ്റു 2 എന്ന് പറയുന്ന ആള് എന്താ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അയാളെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു മൈനസ് ഓൾറെഡി നമ്മുടെ പുറത്ത് എഴുതാം. മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാമല്ലോ അല്ലെ? മിസ് നേരത്തെ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ആള് 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് 2x എന്ന് എഴുതാം അല്ലെ? അതുപോലെ ഇവിടെ മൈനസ് 10 ഇൻറ്റു 2 എന്ന് പറയുന്ന ആള് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് അയാളെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 2 ഇൻറ്റു 2 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന മീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? 2 ഇൻറ്റു ആരാണ് 2 പ്രാവശ്യം വന്നിരിക്കുന്നത്? 10 ഇൻറ്റു 2 ആണ്. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 10 ഇൻറ്റു 2 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി ബാക്കി ആരാ ഉള്ളത്? ഒരു പ്ലസ് 4 അവിടെ ഉണ്ട്, അതും നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ എടുത്തത് അല്ലെ? ഇവിടെ 10ന്റെ സ്ക്വയർ ആണല്ലോ 100. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് 10ന്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്ത കാര്യം. ഇനി അടുത്തത് എന്താ ചെയ്തിരിക്കുന്നത്? മൈനസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൈനസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? 2 ഇൻറ്റു 10 ഇൻറ്റു 2 ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അത് എത്രയാണ്? 10 ഇൻറ്റു 2 ആണ് അല്ലെ? ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10ഉം 2 ആണ്, അവരുടെ പ്രോഡക്റ്റ് ആണ് 10 ഇൻറ്റു 2 എന്ന് പറയുന്നത്. ഇവരുടെ ട്വൈസ് ആണ് എടുക്കുന്നത്, ഡബിൾ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? അതല്ലേ ഈ വന്നിരിക്കുന്നത് 2 ഇൻറ്റു 10 ഇൻറ്റു 2 എന്ന് പറയുന്ന ആള്. അപ്പൊ നോക്കാം, ആദ്യം നമ്മൾ 10ന്റെ സ്ക്വയർ എടുക്കുക, പിന്നീട് ഇവർ 2 പേരുടെയും പ്രോഡക്റ്റിന്റെ ട്വൈസ് എടുക്കുക. ഓക്കെ, 2 ഇൻറ്റു 10 ഇൻറ്റു 2 എടുക്കുക. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? 2ന്റെ സ്ക്വയർ എടുക്കുക. 2ന്റെ സ്ക്വയർ എടുക്കുക. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ് അല്ലെ? 2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 10 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് x മൈനസ് 5 ദ ഹോൾ സ്ക്വയർ പറയാലോ. എന്തായിരിക്കും വരുന്നത്? നമ്മൾ ആദ്യം തന്നെ എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, പിന്നീട് മൈനസ് കൊടുക്കുക, എന്നിട്ട് എന്താ ചെയ്യുന്നേ? ഈ 2 നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ്, അതായത് XY ആണ്, ഇവരുടെ ട്വൈസ് എടുക്കുന്നുണ്ട് നമ്മൾ അല്ലെ? ഡബിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 എന്ന് ഇട്ട് കൊടുക്കുക. ഇനി പ്ലസ് അടുത്ത എന്താ ചെയ്യുന്നേ? 2ന്റെ സ്ക്വയർ ആണ് ലാസ്റ്റ് എടുത്തത് അല്ലേ? അപ്പൊ 2ന് പകരം ഇവിടെ വന്നിരിക്കുന്ന ആള് y ആണ്. അപ്പൊ yയുടെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? x മൈനസ് y ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x സ്ക്വയർ
മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓർത്തിരിക്കുക, ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ മറക്കരുത് കേട്ടോ. 2xyയുടെ കൂടെ വരുന്ന ആളാണ് മൈനസ് എന്ന് ഓർത്തിരിക്കണം. നമ്മൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പഠിച്ചായിരുന്നു അല്ലേ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എല്ലായിടത്തും പ്ലസ് ആയിരുന്നു വന്നത് അല്ലേ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നായിരുന്നു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടിയത്. പക്ഷേ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ വന്നപ്പോൾ എന്താ മാറ്റം വന്നത്? 2xy എന്ന് പറയുന്ന ആള് മൈനസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കിട്ടിയ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. എപ്പോഴാണ് എക്സും വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആകുമ്പോൾ. അതോടൊപ്പം ഈ എക്സ് എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? വൈയിനേക്കാളും വലിയ ആളായിരിക്കണം. അതായത് ഇപ്പോ എക്സ് എന്ന് പറയും നമ്മൾ 10ഉം വൈക്ക് നമ്മൾ 2 ആണ് എടുത്തത്. നേരെ തിരിഞ്ഞു വരരുത്, 2 മൈനസ് 10 എന്ന് വരരുത്. എപ്പോഴും ഈ ആദ്യം വരുന്ന ആൾ എക്സ് എന്ന് പറയുന്ന ആള് വൈയിനേക്കാളും എന്തായിരിക്കണം? വലുതായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ഐഡന്റിറ്റി പഠിച്ചു. അതിന്റെ കണ്ടീഷൻ ഇതാണ്, എക്സും വൈ എന്ന് പറയുന്ന ആൾക്കാര് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം, അതിസംഖ്യകളായിരിക്കണം. അതോടൊപ്പം എക്സ് എന്ന് പറയുന്ന ആള് വൈയിനേക്കാളും വലുതുമായിരിക്കണം. ഓക്കെ.